ആബ്സല്യൂട്ട്ലി റിസ്ക് എനിക്ക് ഇഷ്ടമാണ്. ഫസ്റ്റ് വൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ രണ്ടാമത്തത് കേട്ടില്ല എന്താ പറഞ്ഞത്. അവരുടെ പാഷൻ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്ന ഒരു ഡാൻസ് ടീച്ചറുമാണ്. ഓൾമോസ്റ്റ് 50+ സ്റ്റുഡൻസ് ഓൺലൈൻ ക്ലാസ്സസ്. അല്ല, ഞാൻ 60 വയസ്സ് സെലക്ട് ചെയ്യും. ആ പാട്ട് നിന്ന് പോയിട്ട് ഞാൻ തന്നെ പാടിയത് ഡാൻസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നു. അക്ഷര വെൽക്കം. ഹായ്, ഹലോ, വെൽക്കം ടു ഗ്ലസ്ബ ഹബ് സ്പോട്ട് ലൈറ്റ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏകദേശം എൻ്റെ അറ്റയറും അതുപോലെ സെറ്റപ്പൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഓണമാണ്. നമ്മൾ മലയാളികൾ എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി ആഘോഷിക്കുന്ന നമ്മുടെ സ്വന്തം ഓണം വന്നെത്തിയിരിക്കുകയാണ്. ഓരോ ഓണക്കാലവും നമുക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലസ്ബ ഹബ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് ഇത്തവണത്തെ ഓണം ഗിഫ്റ്റായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എപ്പിസോഡാണ്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു നാട്യാക്ഷരി സ്പോട്ട്ലൈറ്റ്, കോ പവേർഡ് ബൈ ഫോറസ്റ്റ് പോസ്റ്റ്. ഇന്നത്തെ നമ്മുടെ ഒരു ഗസ്റ്റ് ആരാണെന്നുള്ള ഒരു ഗസ് നിങ്ങൾക്ക് ഏകദേശം ഉണ്ടാവും. കാര്യം നാട്യാക്ഷരി എന്ന ടൈറ്റിൽ പറഞ്ഞപ്പോൾ തന്നെ ഡാൻസ് ആണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഇന്ന് നമ്മുടെ ഗസ്റ്റ് ഈ നാട്യാക്ഷരിയുടെ തന്നെ ഫൗണ്ടർ ആയിട്ടുള്ള ആളാണ്. അതോടൊപ്പം തന്നെ ആള് BA MA ഭരതനാട്യം ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്, ഒരു മോഡലാണ്, കൊറിയോഗ്രാഫറാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് പേർക്ക് അവരുടെ പാഷൻ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്ന ഒരു ഡാൻസ് ടീച്ചറുമാണ്. സോ വി ആർ വിത്ത് RLV അക്ഷര. വെൽക്കം. നമസ്തേ. അപ്പോൾ എന്തായാലും ഒരു ഓണക്കാലമാണ്. നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഓണം സ്പെഷ്യൽ ആയതിൽ അതിലേറെ സന്തോഷം. അപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഓർമ്മകളാണ് മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്? അതുപോലെ തന്നെ ഇത്തവണത്തെ ഓണം തീർച്ചയായിട്ടും സ്പെഷ്യലാണ് വിത്ത് നാട്യാക്ഷരി. അപ്പോൾ ഓണം എങ്ങനെയുണ്ട് ഇത്തവണത്തെ? അതുപോലെ കഴിഞ്ഞ ഓണം ഓർമ്മകൾ എന്താണ് പറയാൻ പറ്റുക? ഇത്തവണത്തെ ഓണം വളരെ സ്പെഷ്യലാണ് നാട്യാക്ഷരി കൂടെ ഉള്ളതുകൊണ്ട്. പിന്നെ എനിക്കിപ്പോൾ ഒരു ബേബി ഉണ്ട്. അപ്പോൾ അവളുടെ കൂടെയുള്ള ഫസ്റ്റ് ഓണം മെമ്മറീസ് ആണ് എനിക്ക് ആദ്യം വരുന്നത്. ഇപ്പം രുക്കുവിൻ്റെ കൂടെ നാട്യാക്ഷരിയും കൂടെ ആയി. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ. നാട്യാക്ഷരിയുടെ കൂടെയാണ് പുതിയ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സ്പെഷ്യൽ തന്നെയാണ്. അതെ അതെ. ഓക്കെ, അപ്പോൾ നാട്യാക്ഷരി ഇന്നലെ പെട്ടെന്ന് വന്നൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. ശരിക്കും ഒരുപാട് നാളായിട്ട് ഓൺലൈനിൽ സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്ത് വന്നൊരു പാരമ്പര്യം കൂടി നാട്യാക്ഷരിക്കുണ്ട്. സ്റ്റുഡിയോ ഫ്ലോർ ഇപ്പോൾ പുതിയതായിട്ടാണ് ഇവിടെ പലരുമായിട്ട് ഓപ്പൺ ആയതെങ്കിലും നാട്യാക്ഷരി എന്ന് പറയുമ്പോൾ തന്നെ ഓൺലൈൻ ക്ലാസ്സസ് റൺ ചെയ്ത് തുടങ്ങിയിട്ട് കുറേ നാളായി. അപ്പോൾ എങ്ങനെയായിരുന്നു നാട്യാക്ഷരിയുടെ ഒരു തുടക്കം? എങ്ങനെയായിരുന്നു? നാട്യാക്ഷരിക്ക് മുന്നേ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ക്ലാസ്സസ് എടുക്കുന്നുണ്ടായിരുന്നു. പാർട്ട് ടൈം ആയിട്ട് ഞാൻ ഡാൻസ് ക്ലാസ്സസും കൂടെ എടുക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ശരിക്കും എൻ്റെ ഒരു ടീച്ചിങ് എന്നുള്ള ഒരു ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ് അവിടെയായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് കോവിഡിന്റെ ടൈമൊക്കെ ആയപ്പം എൻ്റെ കോഴ്സൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായ സമയത്ത് ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പോയി ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ വർക്ക് ചെയ്യുന്ന അത്ര റെമ്യൂണറേഷൻ നമുക്ക് കിട്ടാത്ത പോലെ കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പോൾ സ്റ്റിൽ ഐ വാസ് ടേക്കിംഗ് ഓൺലൈൻ ഫോർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓൺലൈനായിട്ട് അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് സെൽഫായിട്ട് ചെയ്തുകൂടാ. അപ്പം കാരണം അവിടെ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിപ്പിക്കുമ്പം അവർ നമുക്ക് തരുന്ന പേയ്മെന്റ് ഹാഫ് അവർ എടുത്തിട്ട് ബാക്കി ഹാഫ് ആയിരിക്കും നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഞാൻ ഓർത്തു എൻ്റെ ടാലന്റിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പം ഞാൻ സെൽഫായിട്ട് എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു തോട്ടിലേക്ക് വന്നു. അങ്ങനെയാണ് നമ്മൾ ആ സമയത്ത് ഒരു പേരൊക്കെ ഡിസൈഡ് ചെയ്ത് ഓൺലൈനിൽ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഇത് കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. എന്നിരുന്നാൽ പോലും സക്സസ്ഫുള്ളി അത് ഇപ്പോൾ റൺ ആവുന്നുണ്ട്. ഐ ഹാവ് ഓൾമോസ്റ്റ് 50+ സ്റ്റുഡൻസ് ഓൺലൈൻ ക്ലാസ്സസ്. പിന്നെ ഞാൻ നാട്യാക്ഷരി എന്നുള്ള ഇപ്പോൾ കാണുന്ന ഈ ഒരു ഫ്ലോറിലേക്ക് വന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ്. അപ്പം മാരേജ് കഴിഞ്ഞപ്പം ഹസ്ബൻഡ് തന്നെ എന്നോട് പറഞ്ഞു, ബിജോ എന്നാണ് പേര്, ബിജോ എന്നോട് പറഞ്ഞത് എന്തുകൊണ്ട് നിനക്ക് ഇപ്പം ഈ ഒരു ലൈക്ക് ഒരു ഓൺലൈൻ ക്ലാസ്സസ് നിന്ന് കിട്ടുന്ന ഒരു റെക്കഗ്നീഷൻ പോരാ, കുറച്ചുകൂടെ ആൾക്കാർ നിന്നെ അറിയപ്പെടണം. ലൈക്ക് ഐ എം ഡൂയിങ് കൊറിയോഗ്രഫീസ്, സോ അത് ആൾക്കാരിലേക്ക് എത്തിക്കണം. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു ലെവലിലേക്ക് വരുമ്പം നിനക്ക് കുറച്ചും കൂടെ എസ്റ്റാബ്ലിഷ് ആവാൻ പറ്റും. അങ്ങനെ ആൾ എന്നെ പുഷ് ചെയ്തു, മോട്ടിവേറ്റ് ചെയ്തപ്പം ഞാനും കുറച്ച് റിസ്ക് ഉള്ള ഒരു സംഭവമാണ്. ഇൻവെസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ വേണം. ആബ്സല്യൂട്ട്ലി. പിന്നെ നാട്യാക്ഷരി ഇപ്പോൾ ഒരു പാലാരിവട്ടത്തിന്റെ പ്രൈം ലൊക്കേഷനിലാണ്
ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഇതുപോലുള്ള ഒരു പ്ലേസിൽ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ അത് കുറച്ച് പാടാണ്. അപ്പോൾ എന്നാൽ പോലും നമ്മൾ ആ റിസ്ക് ഏറ്റെടുക്കാനായിട്ട് റെഡിയായി. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഓഫ് കോഴ്സ് കുറേ ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മൾ ആ സമയത്ത് നമ്മളിത് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മളെ കുറേ പേര് ഹെൽപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം നാട്യാക്ഷരിയിലേക്ക് എത്തിയത് നമ്മൾ. ഓക്കെ. അപ്പൊ ഒരുപാട് പേർക്കുള്ളൊരു മിസ്കൺസെപ്ഷൻ ആണ് ഓൺലൈൻ ക്ലാസ്സസ് അത്ര എഫക്റ്റീവ് അല്ല. പ്രത്യേകിച്ച് ഈ ഒരു ഡാൻസ്, മ്യൂസിക് എന്നീ കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷൻ അല്ല എന്നൊരു ചിന്താഗതി പലർക്കും ഉണ്ട്. അപ്പോൾ അതിനെ തകർത്തെറിയുന്ന രീതിയിലുള്ള റിസൾട്ട്സ് ആണ് പലപ്പോഴും നാട്യാക്ഷരി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മിസ്കൺസെപ്ഷൻ ഉള്ള ആൾക്കാരോട് എന്താ പറയുന്നത്? ഓൺലൈൻ ക്ലാസ് ഏത് രീതിയിലാണ് നാട്യാക്ഷരി ആയാലും അല്ലെങ്കിൽ തന്നെ ഒരു കോമൺ ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിലും എഫക്റ്റീവ് ആവുന്നത്? അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ. ലൈക്ക് ആദ്യം തന്നെ ഈ ക്ലാസ് നല്ലതല്ല. മേ ബി അവർ ചിലപ്പം പ്രീവിയസ് എക്സ്പീരിയൻസിൽ വർക്ക് ആയിട്ടുണ്ടാവില്ല. പക്ഷെ അവരുടെ അടുത്ത് ജസ്റ്റ് ഞാൻ പറയുന്നത്, നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്കൂ. അതിന്ന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് ആകുമ്പോഴത്തേക്കും കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ചിലപ്പം നെറ്റ്വർക്ക് ഇഷ്യൂസ് കാരണം നമുക്ക് ക്ലാസ്സസ് പ്രോബ്ലം വരാറുണ്ട്. അല്ലെങ്കിൽ വോയിസ് ബ്രേക്ക് ആവുക, ലൈക്ക് വിഷ്വൽസ് ക്ലിയർ ആയിട്ട് വരാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് അതൊക്കെ തരണം ചെയ്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇന്റർനാഷണൽ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. ലൈക്ക് ലാസ്റ്റ് ടൈം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോയിൽ 60 years ഉള്ള ഒരു ആൻറ്റി, പുള്ളിക്കാരത്തി, ഷീസ് ഫ്രം കാനഡ. പുള്ളിക്കാരത്തി ബിഗിനറാണ്. 60 yearsലാണ് ആൾ സ്റ്റാർട്ട് ചെയ്തത് ഡാൻസ്. അപ്പം അവര് ഒരു ഓണം പരിപാടിക്ക് തിരുവാതിര ചെയ്തപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് എനിക്ക് ഡാൻസ് കളിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്ന്. അപ്പം സുരേഖ എന്നാണ് മാമിന്റെ പേര്. മാം എൻ്റെ അടുത്ത് ജോയിൻ ചെയ്തു. പറഞ്ഞു എനിക്ക് ഇത്രയും ഏജ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഒന്നും കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. ആൾക്ക് ആദ്യം ചെയ്യുമ്പം എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത്, മുഴുമണ്ഡലത്തിൽ നമ്മൾ ജമ്പിങ്സ് ചെയ്യിപ്പിക്കും. അപ്പം അറിയാലോ 60+ ഒക്കെ ആകുമ്പം മുട്ട് വേദന അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നിരുന്നാൽ പോലും ആദ്യം ഒരു 2-3 ജംപ്സ് പോലും പുള്ളിക്കാരത്തേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നൗ ഷീ ക്യാൻ ഡു 10+ ജംപ്സ് ഇൻ മുഴുമണ്ഡലം. അപ്പം അതൊക്കെ കാണുമ്പം ഐ വാസ് സോ ഹാപ്പി. ലൈക്ക് അത്രയൊക്കെ ചേഞ്ച് വന്നല്ലോ. അപ്പൊ അങ്ങനെയാണ് ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ, ഈവൻ ഓൺലൈൻ ആണെങ്കിൽ പോലും എനിക്ക് അത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. പോരാത്തതിന് അവരൊരു സ്റ്റേജിൽ പെർഫോം ചെയ്തു നാട്ടിൽ വന്നപ്പം. അപ്പൊ കുറെ പേരുടെ കോംപ്ലിമെന്റ്സ് കിട്ടി. വളരെ നന്നായിട്ട് അവർ പെർഫോം ചെയ്തായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഹാപ്പിയായി. അപ്പം എനിക്ക് ഓരോ പെർഫോമൻസും അല്ലെങ്കിൽ ഓരോ സ്റ്റേജിലും ഇവരെല്ലാവരും ഓൺലൈൻ പഠിച്ച ആൾക്കാർ ഒരു പ്രീവിയസ് ഡേ ഗ്യാദർ ചെയ്യും. നമ്മൾ ആ സമയത്താണ് ഫോർമേഷൻസ് ഒക്കെ സെറ്റ് ചെയ്യുക. അങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞ് സ്റ്റേജിൽ പെർഫോം ചെയ്ത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് പല ആൾക്കാരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഒരു ഓൺലൈൻ തന്നെ പഠിച്ചാൽ എത്ര നന്നായിട്ട് അവർ ഡാൻസ് ചെയ്യുന്ന എന്ന് എന്നോട് പറയാറുണ്ട്. പലർക്കും അതിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നില്ല. ലൈക്ക് അവർ ഓൺലൈൻ പഠിച്ചാണോ ഓഫ്ലൈൻ ആണോ പഠിച്ചെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഓക്കെ. നാട്യാക്ഷരിയിലേക്ക് വരുമ്പോൾ വേറൊരു പ്രത്യേകത, 4 വയസ്സ് മുതൽ ഈ പറഞ്ഞ പോലെ 60 വയസ്സ് വരെയുള്ള അങ്ങനത്തെ ഏജ് ബാരിയേഴ്സ് ഒന്നുമില്ല. അതോടൊപ്പം തന്നെ ഓൺലൈനിലും ഓഫ്ലൈനിലും ഒരുപോലെ അവൈലബിൾ ആയതുകൊണ്ട് ലോകത്തിന്റെ ഏത് സ്ഥലത്തുള്ളവർക്കും അവൈലബിൾ ആവുന്ന ഒരു ക്ലാസ്സസും കൂടിയാണ് നാട്യാക്ഷരിയുടെ. അപ്പൊ അത്തരത്തിൽ ഉള്ള ചലഞ്ചസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ഏജ് വയസ്സോ അല്ലെങ്കിൽ ലൊക്കേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലാംഗ്വേജ് വയസ്സോ എന്തെങ്കിലും ഒരു ചലഞ്ച് വന്നിട്ടുണ്ടോ ഇതുവരെ? എന്റെ മെമ്മറിയിൽ ഇപ്പൊ പെട്ടെന്ന് വരുന്നത് ഒരു 3 years ഉള്ള കുട്ടി, പുറത്തത്തെ ക്ലാസ് ആയിരുന്നു അത്. പുള്ളിക്കാരത്തി ഇത്രയും യങ് ഏജിൽ പാരന്റ് കൊണ്ടുവന്നോള് ഡാൻസിന് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്, പക്ഷെ എന്നാൽ പോലും എനിക്ക് എങ്ങനെ ഈ കുട്ടീനെ പഠിപ്പിക്കും, എസ്പെഷ്യലി ഓൺലൈൻ ആണല്ലോ. പക്ഷെ ഞാൻ സർപ്രൈസ് ആയ എന്താ വെച്ചാൽ ആ കുട്ടിയുടെ ഒരു താളബോധം എന്ന് പറയുന്നത് ഇത്രയും കുഞ്ഞു പ്രായത്തിൽ തന്നെ അവർക്കത് മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് പേഷ്യൻ്റ്ലി നമ്മൾ ക്ലാസ് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് കുട്ടികളുടെ അടുത്ത്. പക്ഷെ എന്നാൽ പോലും ആ മോള് ഭയങ്കരമായിട്ട് പിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു സ്റ്റെപ്സ് ഒക്കെ. അപ്പോൾ കുറച്ച് നാളെ ചെയ്തുള്ളൂ, പിന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്തു. പക്ഷെ എനിവേസ് അത്രയും നാളും കുട്ടി പഠിച്ചു. കുറച്ച് സ്റ്റെപ്സ് ആണെങ്കിൽ പോലും അവൾ അത് നന്നായിട്ട് ചെയ്തിരുന്നു. അപ്പൊ അത് എൻ്റെ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് 3 years ഒരു കുട്ടിക്ക് ഡാൻസ് ഓൺലൈനായിട്ട് പഠിപ്പിക്കുക എന്നുള്ളത്. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഇഷ്ടം പോലെ ഡാൻസ് സ്കൂളുകളും ഡാൻസ് ടീച്ചേഴ്സും ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് എന്താണ് നാട്യാക്ഷരിയെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്? വൈ നാട്യാക്ഷരി എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ക്വാളിറ്റി ഓഫ് ദ ക്ലാസ്സസ്. ഇപ്പൊ കുറെ സ്റ്റുഡൻസ് വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് മാറിയിട്ട് ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്.
പിന്നെ അപ്പോൾ അവർ പറയുന്നത് ഉം, കുട്ടിക്ക് പെർഫെക്ഷൻ ഇല്ല, ആഹ് അതായത് ഒരു ലെവലിൽ നിന്ന് പ്രോഗ്രസ് വരുന്നില്ല എന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് കൂടുതൽ ടൈം എടുത്ത് അവരെ കറക്റ്റ് ചെയ്യും. ലൈക്ക് പിൻ പോയിന്റ് ആയിട്ട് ഓരോന്നും നോട്ട് ചെയ്ത് അവരെ പറഞ്ഞ് കറക്റ്റ് ചെയ്ത് കുറച്ച് കൂടുതൽ എഫേർട്ട് ഇടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് ഒരു ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആകെ എക്സോസ്റ്റ് എക്സോസ്റ്റ് ആവും. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ അതിന് എൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ റിസൾട്ട്സ് ആണ്. ആ. അപ്പോൾ മറ്റൊരാൾ വന്ന് നമ്മളെ കോംപ്ലിമെന്റ് ചെയ്യുന്നതാണ് എനിക്ക് പിന്നെ മോട്ടിവേറ്റ് ആവുന്നത്. ഞാൻ മോട്ടിവേറ്റ് ആവുന്നത് അങ്ങനെയാണ്. അപ്പം മേ ബി അതായിരിക്കാം. പിന്നെ ഓൺലൈൻ ക്ലാസ്സിലൂടെ പഠിപ്പിച്ച് അത് ഈവൻ എൻ്റെ ടീച്ചേഴ്സ് പോലും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊരു അച്ചീവ്മെന്റ് ആണ്. ശരി. അപ്പോൾ എന്തെങ്കിലും അക്കാഡമിക് വൈസ് നോക്കുമ്പോൾ അതൊരു നേട്ടമായിരുന്നു BA MA ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആവാൻ പറ്റി എന്നുള്ളത്. ഉം. അപ്പോൾ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഭരതനാട്യം എന്നുള്ളൊരു ഡാൻസ് ഫോമിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? അതുപോലെ ഒരു ബിഗിനർ എനിക്ക് ഭരതനാട്യം പഠിക്കണം എന്നൊരു ആള് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറയാൻ പറ്റുന്ന ഒരു ഗൈഡൻസ് എന്തായിരിക്കും? അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്യുമ്പം എനിക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു ഫ്രം ഫാമിലി ആൻഡ് ചില റിലേറ്റീവ്സ്. കുറേ ആൾക്കാർ സറൗണ്ടിങ്സിലുള്ള കുറേ പേരും ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോരോ ആൾക്കാർ ഇങ്ങനെ പറയണം, ഓ ഡാൻസ് ആണോ, അത് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്തിനാ ഡാൻസ് പഠിക്കാൻ പോകണം, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോഴും ചിലപ്പോൾ ആൾക്കാർ അത് ഫേസ് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു പ്രൊഫഷൻ എടുത്താൽ നിങ്ങൾ എന്ത് നേട്ടമാണ് ഉണ്ടാവാൻ പോണെന്നുള്ളത്. അപ്പൊ അത് ഫേസ് ചെയ്ത് അതൊക്കെ ആ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഞാൻ തരണം ചെയ്തിട്ടാണ് RLB കോളേജിലേക്ക് വന്നത്. പിന്നീട് എനിക്ക് ഇവർക്കൊക്കെ ഒരു മറുപടി കൊടുക്കാന്നുള്ളത് ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയുന്നതിനെക്കാട്ടിലും എൻ്റെ റിസൾട്ട്സിലൂടെ കാണിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കൊരു വാശിയും കൂടെ ആയിരുന്നു എനിക്ക് റാങ്ക് മേടിക്കണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. ഞാൻ BAക്ക് റാങ്ക് മേടിച്ചു. BAക്ക് റാങ്ക് മേടിച്ചു കഴിഞ്ഞപ്പം എൻ്റെ ടീച്ചറും ഹസ്ബൻഡൊക്കെയാണ് എനിക്ക് സ്പോൺസർ ചെയ്തത്. അപ്പം അങ്ങനെ MAയുടെ എല്ലാ ഇതും സ്പോൺസർ ചെയ്തിരുന്ന സാറൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് MAക്കും റാങ്ക് കിട്ടി. അങ്ങനെ റാങ്ക് ഹോൾഡറായി. അത് അപ്പോൾ കുറേ ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തു. പിന്നീട് ആ ഒരു സപ്പോർട്ടിൽ നിന്നാണ് വന്നത്. പിന്നീട് ഞാൻ ഫേസ് ചെയ്തത് ഈ കോവിഡിന്റെ ടൈമിൽ പല ആൾക്കാർക്കും ജോലി ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ ഒരു ടൈമിൽ ഞാൻ ഓൺലൈൻ ക്ലാസ് വെച്ചിട്ടാണ് സർവൈവ് ചെയ്തത്. അപ്പം ജോലി എടുക്കാതെ വീട്ടിലിരുന്ന ആൾക്കാരുടെ സമയത്ത് ഞാൻ ഏൺ ചെയ്തിരുന്നു. അപ്പോൾ അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇപ്പോഴും ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ ഈ ഒരു കരിയർ ഭയങ്കര ഹാപ്പി ആയിട്ട്, അതൊരു ഡിഫറെന്റ് ഫീലാണ്. നമ്മുടെ പാഷൻ നമ്മുടെ കരിയർ ആക്കുമ്പം നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ. ഫോളോ ചെയ്യാന്ന് പറയുന്നത് അതെ, എല്ലാവർക്കും സാധിക്കാത്തൊരു കാര്യം കൂടിയാണ്. അതാണ്. നമ്മൾ നേടിയെടുക്കുന്നു അതിലൂടെ നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ യെസ്. അത് ഡിഫറെന്റ് ആണ്. അപ്പോൾ മറ്റുള്ള ഡാൻസ് ഫോംസിൽ നിന്നും ഭരതനാട്യം ഒരുപാട് പേര് ചൂസ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതിനകത്ത് ഫേഷ്യൽ എക്സ്പ്രഷൻസിനും അഭിനയത്തിനൊക്കെ കുറച്ചുകൂടെ പ്രാധാന്യം വരുന്ന ഒരു ഡാൻസ് ഫോം കൂടിയാണ്. ഒരു ഒറ്റ സെന്റൻസിൽ ഭരതനാട്യത്തെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും ആസ് എ ടീച്ചർ? ഒറ്റ സെന്റൻസിൽ ഭരതനാട്യത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അത് ഫസ്റ്റ് കാര്യം. പിന്നെ വൺ ഓഫ് ദ ടഫസ്റ്റ് ക്ലാസിക്കൽ ആർട്ട് ഫോം ആണ് ഭരതനാട്യം. പക്ഷെ കൂടുതൽ പേരും ഇത് പഠിക്കാൻ വരുന്നുണ്ട്. പിന്നെ ഇതിന് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ലൈക്ക് ഈ പറഞ്ഞ പോലെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ബോഡി മൂവ്മെന്റ്സ് എത്ര സ്ട്രക്ചേർഡ് ആയിട്ടാണ് ഭരതനാട്യം ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചില അടവുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും ഒത്തിരി പഴമയുള്ള ഒരു ആർട്ട് ഫോം ആണല്ലോ, ഇത്രയും സ്ട്രക്ചേർഡ് ആയിട്ട് എങ്ങനെയാണ് അന്നത്തെ കാലം തൊട്ടേ ഇതിങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് എന്നുള്ളത്. അപ്പോൾ അത് എല്ലാ ആർട്ട് ഫോംസിനും ഇല്ലാത്ത ഒരു സ്പെഷ്യാലിറ്റിയാണ്. അത് ഭരതനാട്യത്തിന് മാത്രമുള്ള, ഭരതനാട്യം അല്ല ക്ലാസിക്കൽ ആർട്ട് ഫോംസിൽ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഭരതനാട്യത്തിന് അതുണ്ട്. ശരി. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു ഡാൻസർ ആവുക എന്നുള്ള അല്ലെങ്കിൽ ആ ഒരു ഡാൻസിൽ ഒരു കരിയർ ചൂസ് ചെയ്യാന്ന് പറഞ്ഞതിൽ ഒരുപാട് പേര് പറഞ്ഞ പോലെ ഒരു ഡീമോട്ടിവേഷൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്തിനാ എന്നൊരു ചോദ്യം ഒട്ടുമിക്ക ഡാൻസേഴ്സ് ആയാലും മ്യൂസീഷ്യൻസ് ആയാലും കേൾക്കുന്നതാണ്. അപ്പോൾ അതിനെയൊക്കെ ഓവർകം ചെയ്ത് വന്നുമല്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുഞ്ഞുനാൾ മുതലേ പാഷനേറ്റ് ആയതുകൊണ്ടാണ് അത് പറ്റിയത്. അപ്പോൾ അക്ഷര എന്നുള്ള ഒരു ഡാൻസർ എപ്പോൾ മുതലാണ് ശരിക്കും ഗ്രോ ചെയ്യാൻ തുടങ്ങിയത്? സ്റ്റാർട്ടിങ് കുഞ്ഞുനാളെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഒരു പാഷൻ വന്നത് അമ്മയാണ് എന്നെ ആക്ച്വലി
പുഷ് ചെയ്ത് ഇറക്കിയത് ഡാൻസ് പഠിക്കാനായിട്ട്. അപ്പോൾ അന്ന് എനിക്ക് മടിയായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഡാൻസ് ക്ലാസ്സിലൊന്നും പോകണ്ട, ഞാൻ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് മടി പിടിച്ചൊക്കെ ഇരിക്കും. കുറേ പേര് എൻ്റെ കൂടെ ഉള്ളവരൊക്കെ സ്റ്റോപ്പ് ചെയ്തു ക്ലാസ്, അതുകൊണ്ട് ഞാനും പോകുന്നില്ല. പക്ഷെ അന്ന് അമ്മ അമ്മ മോട്ടിവേറ്റ് ചെയ്ത് പിന്നെയും പിന്നെയും ഇല്ല പോണം എന്നുള്ള രീതിയിൽ. അന്ന് എനിക്ക് എൻ്റെ ടാലന്റിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ല. ഞാൻ എത്രത്തോളം ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഐഡിയ ഇല്ല. നമ്മൾ അത്രയും ചെറിയൊരു ഏജ് ആയിരുന്നു, ലൈക്ക് 3 ഇയേഴ്സ്, അല്ല 3.5 ഇയേഴ്സ് എന്തോ. യെസ്, ആ സമയത്ത് തന്നെയായിരുന്നു. അപ്പൊ കുറച്ച് നാൾ കഴിഞ്ഞപ്പം എനിക്ക് കുറച്ച് അറിവൊക്കെ വെച്ച് തുടങ്ങി, ഒരു 7th സ്റ്റാൻഡേർഡ് 8th ഒക്കെ ആയപ്പോഴാണ്. അപ്പോൾ പറഞ്ഞു ഇനിയിപ്പം മോള് പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യും, നമുക്ക് ഡാൻസ് അങ്ങ് നിർത്താം. അപ്പോഴാണ് എനിക്ക് ഇതിനോടുള്ള ഒരു പാഷൻ മനസ്സിലായി തുടങ്ങി. എനിക്ക് പറ്റുന്നില്ല, ഈ ഡാൻസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ സ്റ്റഡീസിനെക്കാട്ടിലും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്ന ഡാൻസിലാണ്. ഈവൻ കുഞ്ഞുനാൾ തൊട്ട് നമ്മൾ സ്കൂളിൽ ടീച്ചേഴ്സ് ഒക്കെ ചോദിക്കത്തില്ലേ, എന്താണ് ആഗ്രഹം, ഗോൾ എന്താണ്, എന്താണ് അച്ചീവ് ചെയ്യാൻ, എന്താവണം എന്നാണ് ആഗ്രഹം, അംബീഷൻ ചോദിക്കുമ്പം ഞാൻ എൻ്റെ അറിവുള്ള പ്രായം തൊട്ട് ഇപ്പം വരെയും പറഞ്ഞിരുന്നത്, അതായത് കോളേജിൽ എത്തുന്നവരെയും ഞാൻ പറഞ്ഞിരുന്നത് എനിക്കൊരു ഡാൻസർ ആവണം എന്നാണ്. പക്ഷെ ഇതിനെപ്പറ്റി കൂടുതൽ ആധികാരികമായിട്ട് എനിക്ക് അറിയില്ല. അപ്പോൾ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ സർപ്രൈസ്ഡ് ആവും. എല്ലാവരും പറയുന്നത് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് എപ്പോ ചോദിച്ചാലും ഏത് സ്റ്റാൻഡേർഡിൽ എത്തുമ്പോഴും ഞാൻ പറയുന്നത് എനിക്ക് ഡാൻസർ ആവണം എന്നായിരുന്നു. അപ്പോ ആ ഒരു ടൈമിലാണ് ഞാൻ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് ഇതാണ് എൻ്റെ ഡെസ്റ്റിനി, അല്ലെങ്കിൽ ഞാൻ ഇതിലേക്കാണ് എത്തുന്നത് എന്നുള്ളത്. ഓക്കെ. അപ്പൊ നമ്മള് ആ ഒരു ചോദ്യത്തിൽ തന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു മെന്റൽ ബ്രേക്ക് ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും. അത് സ്റ്റബേൺ ആയിട്ട് തീരുമാനിച്ചിരുന്നു ഞാൻ ഡാൻസർ തന്നെ ആവുള്ളൂ എന്ന്. എനിക്ക് കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് നമ്മുടെ +2 കഴിഞ്ഞിട്ടുള്ളൊരു ടേണിംഗ് പോയിന്റ് ആണല്ലോ. ആ ഒരു ടൈമിൽ കുറച്ച് ലൈക്ക് ഫാമിലിയിലും കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ഞാൻ ആകെ ഡൗൺ ആയിരുന്നു. ലൈക്ക് എൻ്റെ അച്ഛൻ മരിക്കുന്നത് ആ ഒരു ടൈമിലാണ്. അപ്പം അമ്മ മാത്രമായിരുന്നു ഒരു സ്ട്രോങ് പില്ലറായിട്ട് എനിക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ അമ്മ പറഞ്ഞു നിന്റെ ഇഷ്ടം എന്താണോ അത് നീ ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഒരു ഒറ്റ സ്ട്രെങ്ത് ആയിരുന്നു ഞാൻ ഇതിലേക്ക് ശരിക്കും എത്തിച്ചേർന്നത്. അപ്പോഴ് എനിക്ക് പല ആൾക്കാരും ഇങ്ങനെ പറഞ്ഞെങ്കിലും അമ്മയുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് എനിക്ക് കൂടുതൽ ഞാൻ അതിലേക്ക് ഫോക്കസ് ചെയ്തില്ല. പിന്നീട് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ബോൾഡ് ആക്കുന്ന ഒരു ടൈമും കൂടെ ആയിരുന്നു. ലൈക്ക് ഞാൻ എൽഡർ ഗേൾ ആണ് ഫാമിലിയിലെ. അപ്പോൾ എനിക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഞാനതൊക്കെ ചെയ്യണം എന്നുള്ളൊരു തോട്ടായിരുന്നു. അപ്പോൾ വേറെ എന്ത് കോഴ്സ് പഠിച്ചാലും ഫിനാൻഷ്യലി അത്ര സൗണ്ട് ആയിരുന്നില്ല ഞാൻ. അപ്പോൾ എന്ത് കോഴ്സ് പഠിച്ചാലും നമുക്ക് പേ ചെയ്യാൻ ഉള്ള ഒരു എമൗണ്ട് അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ RLV's ഗവൺമെന്റ് കോളേജ്, അപ്പോൾ എനിക്ക് ഫീസ് വലിയ കാര്യമായിട്ട് വരുന്നില്ല. പിന്നെ ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത് ഹോസ്റ്റലിൽ നിൽക്കണം. നമുക്കപ്പോൾ കോളേജിന് ഹോസ്റ്റൽ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ അടുത്തുള്ള പേയിങ് ഗസ്റ്റ് ആയിട്ട് അങ്ങനെ ഒരു രീതിയിലാണ് അതുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഒരു 5,000 ഒക്കെ ആയിരുന്നു നമുക്ക് ഹോസ്റ്റലിൽ വരുന്ന ഒരു റെന്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഫോക്കസ് ചെയ്തത് ഈ എമൗണ്ട് എനിക്ക് എങ്ങനെ ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ അമ്മ ആയിരുന്നു ഏർണിംഗ് മെമ്പർ, അച്ഛൻ പോയല്ലോ. അപ്പോൾ അമ്മയ്ക്ക് ഒരു 7,000 8,000 എന്തോ ആണ് കിട്ടുന്നത്. അപ്പൊ ഞാൻ ചിന്തിച്ചത് ഇതാണ്, ഫാമിലിയിൽ എങ്ങനെ ഈ ഒരു എമൗണ്ട് കൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ വീട്ടില് അനിയത്തിയുണ്ട്, എല്ലാ കാര്യങ്ങളും നോക്കുന്ന അമ്മയാണല്ലോ. അങ്ങനെയുള്ളൊരു തോട്ടിൽ നിന്ന് ഞാൻ വന്നത് ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പാർട്ട് ടൈം ആയിട്ട് ക്ലാസ് എടുത്താൽ എനിക്ക് ഏൺ ചെയ്യാൻ പറ്റും, അറ്റ്ലീസ്റ്റ് എൻ്റെ ഹോസ്റ്റൽ ഫീ എനിക്ക് പേ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ആ ഒരു തോട്ടായിരുന്നു ആദ്യം. പക്ഷെ ദൈവാനുഗ്രഹം പോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ കോളേജിൽ ജോയിൻ ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഒരു സീനിയർ ചേച്ചിക്ക് കിട്ടിയ ക്ലാസ്, പുള്ളിക്കാരത്തേക്ക് നാട്ടിൽ ക്ലാസ് ഉള്ളതുകൊണ്ട് എറണാകുളത്ത് തന്നെ എനിക്ക് ക്ലാസ് അറേഞ്ച് ചെയ്തു തന്നു. അപ്പോൾ 4,000 റുപ്പീസ് ആയിരുന്നു ഞാൻ ആദ്യം ഏൺ ചെയ്തത്. അപ്പോൾ 5,000 ആയിരുന്നില്ല, 4,000 ആയിരുന്നു ഹോസ്റ്റൽ ഫീസ്. അപ്പോൾ എനിക്ക് ഹോസ്റ്റൽ ഫീ അടയ്ക്കാനുള്ള ഫസ്റ്റ് എമൗണ്ട് അവിടുന്ന് കിട്ടി. പിന്നെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ എനിക്ക് പിന്നെ എൻ്റെ ഹോസ്റ്റലിൽ അവിടെയുള്ള ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഹോസ്റ്റലിൽ വാർഡൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കളൊക്കെ ഹോസ്റ്റലിൽ വന്ന് പഠിച്ചു എൻ്റെ അടുത്ത്. അപ്പൊ അതൊക്കെയായിരുന്നു എൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജ്. പിന്നെ എനിക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എനിക്ക് കുറച്ചുകൂടെ ഏൺ ചെയ്യാൻ പറ്റി. പിന്നെ എനിക്ക് കുറച്ച് വീട്ടിലേക്ക് കൊടുക്കാൻ പറ്റി. ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും ഞാൻ ആ സമയത്ത് ഭയങ്കര പ്രൗഡായിരുന്നു, എനിക്ക് അത്രയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ. അപ്പൊ ഒരിക്കലും എനിക്ക് ആ സമയത്ത് ഒരു റിഗ്രറ്റേ തോന്നിയിട്ടില്ല. കാരണം ഞാൻ ചൂസ് ചെയ്ത ഒരു പാത്ത് കറക്റ്റ് ആയിരുന്നു. ഞാൻ ഇങ്ങനെ തന്നെ ആവണമായിരുന്നു.
അതായിരുന്നു. ഓക്കെ. അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ഫാമിലി സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും സപ്പോർട്ടിങ് പില്ലറായിട്ടുള്ളത് അമ്മ തന്നെയാണ്. അപ്പൊ അമ്മയുടെ ഒരു റോള് എങ്ങനെയായിരുന്നു ലൈഫില്? അമ്മ എപ്പോഴും ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരാത്ത ഒരാളാ. ഈവൻ ഞാൻ ചെറുപ്പത്തില് എന്റെ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോഴാണെങ്കിലും എനിക്ക് അമ്മേനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്, കുറച്ച് ഇമോഷണൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോ അമ്മേനെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പം അമ്മേനെ ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നത്. അപ്പം ഞാൻ പ്രോഗ്രാംസിന് പോകുമ്പം ഞാൻ തന്നെ എല്ലാം സെൽഫായിട്ട്, എനിക്കറിയാം അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളും അവരുടെ പാരൻസ് പ്രീവിയസ് ഡേ പ്രോഗ്രാമിന് പോകുമ്പം പാക്കിംഗ് ഒരു മെയിൻ സാധനമാണല്ലോ. നമ്മുടെ കോസ്റ്റ്യൂം പാക്ക് ചെയ്യുക, ആക്സസറീസ് വെക്കുക, സ്ലൈഡ് പിന്നെ ചരട് ചെലങ്ക എല്ലാം ബാഗിൽ വെക്കണം. ഇതെല്ലാം ചെയ്തിരുന്നത് അന്ന് എൻ്റെ കൂടെയുള്ള പാരൻസിന്റെ അമ്മമാരൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ ഒരിക്കലും അമ്മയെ അതിന് ബുദ്ധിമുട്ടിക്കരുത്, കാരണം പിന്നീട് എൻ്റെ ആഗ്രഹമായിരുന്നല്ലോ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യണം, പോകണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഞാൻ മാക്സിമം അമ്മേനെ ഏത് രീതിയിലാണെങ്കിലും, ഫിനാൻഷ്യലി ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണെങ്കിലും അമ്മയെ ബുദ്ധിമുട്ടിക്കാതെ എനിക്ക് എങ്ങനെ സെൽഫായിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം അമ്മയോടുള്ള അത്രയുള്ള ഒരു ഇഷ്ടം കൊണ്ടാവാം. പക്ഷെ അമ്മയാണെങ്കിലും അത്രയും എക്സ്പ്രസീവ് അല്ല. സ്നേഹം എന്നുള്ളത് അങ്ങനെ പുറത്ത് കാണിക്കില്ല. പക്ഷെ അമ്മ അങ്ങനെ എന്നെ വളർത്തിയോണ്ടായിരിക്കും ഞാൻ നല്ല ബോൾഡായിട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് അല്ലെങ്കിൽ സെൽഫ് സഫീഷ്യന്റ് ആയിട്ട് വളർന്നു വരാൻ പറ്റിയത് എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ. പിന്നെ അവിടുന്ന് ലൈഫിന്റെ ജേർണി മുന്നോട്ട് പോയപ്പോൾ അതിനേക്കാൾ സപ്പോർട്ടിങ് പില്ലറായിട്ടൊരു ഹസ്ബൻഡിനെ കിട്ടി അല്ലേ? അത് നിങ്ങൾക്കൊരു കഥ പറയാനുണ്ട്. ഒരു ഇന്റർ റിലീജിയൻ മാരേജ് കൂടിയാണ്. അപ്പൊ അതുകൂടി നമുക്ക് അതിന്റെ കഥകൾ കൂടി കേട്ടാൽ ആ സ്റ്റോറിയിലേക്ക് പോണം. ഇന്റർ റിലീജിയസ് മാരേജ് ആയിരുന്നു. ഞാൻ തന്നെയാണ് ബിജോയ് ചൂസ് ചെയ്തത്. കാരണം എസ്പെഷ്യലി ഇതുപോലത്തെ ഒരു പാഷൻ നമ്മൾ ഫോളോ ചെയ്യുമ്പം നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളില്ലെങ്കിൽ നമ്മൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നേരെ ഡിവോഴ്സിലേക്ക് ആയിരിക്കും പോകുന്നത്, വേറൊരു ഓപ്ഷൻ ഇല്ല. അത് മാത്രമല്ല, ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾക്ക് നേരെ തളർത്താൻ പറ്റുന്ന ആളായി പോകും ചിലപ്പോൾ പാർട്ട്ണർ റോങ് ആണെങ്കിൽ. ആബ്സല്യൂട്ട്ലി. ഒരു വർഷത്തോളം അടുത്തറിഞ്ഞ് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ ഒരു ബിഗ് ഡിസിഷനിലേക്ക് എത്തിയത്. ബിജോയെ പരിചയപ്പെട്ടപ്പോ തൊട്ടേ എനിക്ക് ആളുടെ ഒരു ക്യാരക്ടറും എല്ലാം ഏകദേശം മനസ്സിലായി. പിന്നെ ആ സമയത്തെ പുള്ളി ലൈക്ക് ഞാൻ അന്ന് ക്ലാസ് ഒക്കെ എടുക്കുന്ന കണ്ടിട്ട് പുള്ളിക്ക് ബിജോയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടോ പെൺപിള്ളേരെന്നുള്ളൊരു തോട്ടായിരിക്കും എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ എന്നെ പൊക്കി പറയുന്നു. ലൈക്ക് സെൽഫ് സഫീഷ്യന്റ് ആയിട്ട് ഞാനിങ്ങനെ ഓടി നടന്ന് ക്ലാസ് എടുക്കുന്നു, അങ്ങനെയൊക്കെ കണ്ടിട്ട് ആൾക്ക് ഇംപ്രസ്ഡ് ആയിരുന്നു. അപ്പം ഞാനും എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അതിൽ ഇന്റർ റിലീജിയസ് എന്നുള്ളത് ഇച്ചിരി ടാസ്ക് ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. ഇനിഷ്യലി കുറച്ച് ഇഷ്യൂസ് പോലെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും അത് വലിയ രീതിയിലേക്കൊന്നും പോയില്ല കേട്ടോ. അത് എപ്പോഴും നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ഒരു ബാലൻസ് വേണമല്ലോ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയിലെത്തി, രണ്ട് ഫാമിലീസും ഓക്കെ ആയി. നമ്മുടെ മെയിൻ എന്ന് വെച്ചാൽ അങ്ങനെ ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാതെ നമ്മളത് ചെയ്യില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഫാമിലീസ് ഓക്കെ ആയപ്പം നൗ വി ആർ ഹാപ്പി. ലൈക്ക് ഇപ്പൊ ഒരു ബേബിയും കൂടെ ആവുമ്പോ നമുക്ക് പാരന്റ്സിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല ശരിക്കും. അപ്പം അവര് കൂടെ ഉള്ളത് കൊണ്ട് ഇപ്പോഴും നമ്മള് നന്നായിട്ട് പോകുന്നു എല്ലാ കാര്യങ്ങളും തന്നെയാണ് വരുന്നത്. നമ്മുടെ ഇനോഗ്രേഷൻ ടൈമില് മോള് കരഞ്ഞ സമയത്ത് മോളെ എടുത്തോണ്ട് ഡാൻസ് ചെയ്യുന്ന ഒരു വീഡിയോ ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയസിൽ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. അപ്പോ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്ന ഒരു ഡാൻസർ ലൈഫ്, ഇത്രയും ബിസി ആയിട്ടുള്ളൊരു ട്യൂട്ടർ ലൈഫ്, അതുപോലെ ഒരു അമ്മ എന്നുള്ള രീതിയിൽ എങ്ങനെ ഇതിന്റെ ഒരു ബാലൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ശരിക്കും പറഞ്ഞാൽ എക്സോസ്റ്റഡ് ആയി പോകും, അതാണ് സത്യം. പക്ഷെ എന്നാലും ആക്ച്വലി ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്.